നമസ്കാരം. നിയമം അത് ഓരോ പൗരനും പാലിക്കാനുള്ളതാണ്, അല്ലാതെ ലംഘിക്കാനുള്ളതല്ല. എന്നാൽ ചിലരെങ്കിലും ഇതൊരു തമാശയായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ളവർക്ക് കിട്ടാൻ പോകുന്നത് 8ന്റെ പണിയാണ്. ഇതുവരെയുള്ള നിയമലംഘനങ്ങളുടെ എല്ലാം നോട്ടീസുകൾ ചിലപ്പോൾ ഒന്നിച്ച് വീട്ടിലെത്തിയേക്കാം. പതിവായി നിയമലംഘനം നടത്തുന്നവർ ലക്ഷങ്ങളാകും പിഴയൊടുക്കേണ്ടി വരിക. കാസർഗോഡ് കുമ്പളയിൽ ഇത്തരത്തിൽ 2 വർഷത്തെ നോട്ടീസാണ് ഗതാഗത വകുപ്പ് ഒന്നിച്ചയച്ചിരിക്കുന്നത്. കുമ്പളയിലെ 300ഓളം പേർക്കാണ് ഗതാഗത വകുപ്പിൻ്റെ നോട്ടീസ് ഇത്തരത്തിൽ ലഭിച്ചത്. ചിലർക്ക് 1 ലക്ഷത്തിന് മുകളിലാണ് പിഴ. കുമ്പള ബദിയടുക്ക റോഡിൽ കുമ്പള ടൗണിന് സമീപത്ത് സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ കുടുങ്ങിയ ഗതാഗത നിയമ ലംഘകർക്കാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. 2023 ഇവിടെ ക്യാമറ സ്ഥാപിച്ചത്. എന്നാൽ അടുത്ത കാലം വരെ ഈ ക്യാമറയിൽ കുടുങ്ങിയ ആർക്കും പിഴ ലഭിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതി നിയമലംഘനം നടത്തിയവർക്കാണ് ഈ പണി കിട്ടിയിരിക്കുന്നത്. 2023 മുതലുള്ള മുഴുവൻ പിഴകളും ഒരുമിച്ച് വന്നു. ഗതാഗത നിയമലംഘനം കണ്ടെത്തിയാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ചെല്ലാൻ ചുരുങ്ങിയത് 15 ദിവസത്തിനുള്ളിൽ അയക്കണം എന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം പറയുന്നത്. 2023 സമാനമായ പരാതിയിൽ കേരള ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അങ്ങനെയിരിക്കെയാണ് വർഷങ്ങൾ പഴക്കമുള്ള ചെല്ലാനുകൾ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും നൽകിയിരിക്കുന്നത്. 660 കത്തിച്ചു പോകുന്ന യോയോ ബോയ്സിനും ഹെയർ സ്റ്റൈൽ മാറും, മുടികൊഴിയും എന്നൊക്കെ മുടന്തൻ ന്യായം പറഞ്ഞ് ഹെൽമറ്റ് വയ്ക്കാതെ നിയമം ലംഘിച്ച് യാത്ര ചെയ്യുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ജാഗ്രത. വർക്കറല്ല എന്ന് നിങ്ങൾ കരുതുന്ന AI ക്യാമറ കണ്ണുകൾ എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. ഇൻഡാസുകൾ വീട്ടിൽ വരും, അതും ഒരുമിച്ച്. സൂക്ഷിക്കുക.